ആൾക്കൂട്ട മർദ്ദനത്തെ തുടർന്ന് ജനനേന്ദ്രിയം തകർന്ന യുവാവ് മരിച്ച കേസിൽ പോലീസ് അന്വേഷണത്തിൽ വീഴ്ചയെന്ന് പരാതി. പയ്യന്നൂർ പെരളം സ്വദേശി പി അജയൻ മരിച്ച സംഭവത്തിലാണ് കുടുംബം പോലീസിനെതിരെ രംഗത്ത് വന്നത്. രാഷ്ട്രീയ സ്വാധീനമുള്ള പ്രതികൾക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് മടിക്കുന്നുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ജൂൺ 24-നാണ് പെരളം സ്വദേശി അജയൻ നീലേശ്വരത്ത് ക്രൂരമർദ്ദനത്തിനിരയായത്. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അജയൻ ജൂൺ 27-ന് മരിച്ചു. നീലേശ്വരം ചിറപ്പുറത്ത് പരിചയക്കാരിയായ സ്ത്രീയെ കാണാൻ പോയ അജയനെ സ്ത്രീയുടെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് മർദ്ദിച്ചിരുന്നു. പിന്നീട് നീലേശ്വരം പോലീസ് കസ്റ്റഡിയിലെടുത്ത ഇയാളെ വിട്ടയച്ചു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ അജയന് വീണ്ടും മർദ്ദനമേറ്റുവെന്നാണ് ഭാര്യ സീമയുടെ പരാതി. ജനനേന്ദ്രിയം തകർന്നുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണത്തിന് കാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മാർക്കറ്റിൽ വെച്ച് ആദ്യം ഒരു കൂട്ടം ആൾക്കാർ മർദ്ദിച്ചു എന്നാണ്. അതിന്റെ ഫലമായിട്ട് വീട്ടിൽ വന്നതിന് ശേഷം നല്ല വയറുവേദന ഉണ്ടായിന്. നല്ല വയറുവേദന, മൂത്രം പോകാത്തൊരവസ്ഥയായിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കുറച്ച് സമയം ഉണ്ടായിന്. അപ്പോൾ മരിച്ചുപോയി. അവരൊരു CPM പ്രവർത്തകയാണെന്നാണ് പറഞ്ഞത്. അവർ വിളിച്ചവരും അവർ അത്തരത്തിലുള്ള ആൾക്കാരെന്ന് അറിയാൻ പറ്റിയത് അവരെ സ്വാധീനം, രാഷ്ട്രീയ സ്വാധീനം കൊണ്ടാണ് കേസ് എങ്ങും എത്താത്തതെന്നാണ് പറയുന്നത്. പിന്നെ ആടിയിലെ കടക്കാരൊക്കെ നമ്മളോട് നേരിട്ടും അല്ലാതെയും പറയുന്നുണ്ട്. അവർ സംഭവം കണ്ടവര് അവർക്കൊരു ഭീഷണി ഉണ്ടായിന്, സാക്ഷി പറയാൻ പാടില്ല. അടിവയറ്റിലും ജനനേന്ദ്രിയത്തിലുമേറ്റ മാരകമായ മുറിവുകൾക്കൊപ്പം ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ക്ഷതമേറ്റതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. സംഭവം നടന്ന് 3 മാസം കഴിഞ്ഞിട്ടും പോലീസ് നിഷ്ക്രിയത്വം പാലിക്കുന്നെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.